പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 21-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. മനുഷ്യന്റെ പരിത്രാണ പദ്ധതിയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ അതുല്യമായ സ്ഥാനം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിചിന്തന വിഷയമാക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൃത്യമായ ഒരു സ്ഥാനം കുരിശിൻ്റെ വഴിയിൽ നൽകുന്നുണ്ട്. അർപ്പിക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ ബലിയിലും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. പുത്രൻ ബലിയാകുന്ന ഇടങ്ങളിലൊക്കെയും അമ്മ മാതാവ് സന്നിഹിതയാണ്. അത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ഓരോ പുരോഹിത കരങ്ങളിലും ഉയർത്തപ്പെടുന്ന ഈശോയുടെ ശരീരത്തെ പരിശുദ്ധ അമ്മ കണ്ണുനീരോടെ വീക്ഷിക്കുന്നുണ്ട്. സ്വർഗീയ പിതാവ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇറക്കുന്ന ഈ പരിശുദ്ധ മദ്ബഹായുടെ അരികിൽ അമ്മ എല്ലാ ബലിയിലും സന്നിഹിതയാണ്. കുരിശിൻ്റെ വഴിയിൽ അമ്മ ഉണ്ടാകണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ നിയോഗമാണ്. അമ്മ ഇത് തിരഞ്ഞെടുത്തതും കൂടിയാണ്. രണ്ടാം വത്തിക്കൻ കൗൺസിലിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു. തൻ്റെ ഏകജാതനോടുകൂടെ തീവ്രമായി വേദന അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ മറിയം സഹകരിച്ചു. താൻ ജനിപ്പിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കാൻ സ്നേഹസമന്വയം അവൾ സമ്മതം നൽകി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി. അമ്മ ഇതൊന്നും അറിയാതെയായിരുന്നു അമ്മയുടെ പോക്കെന്ന് നമ്മൾ വിചാരിക്കരുത്. അവൾ ഈശോയെക്കുറിച്ച് അരുളി ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് ഈശോയുടെ കുഞ്ഞിളം മേനി അവൾ കൈകളിൽ എടുക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമായിരുന്നു എന്ന്. ഇത് ദിവ്യദർശനങ്ങളിലൂടെയും സ്വകാര്യ വെളിപാടുകളിലൂടെയും അമ്മ വെളിപ്പെടുത്തിയ കാര്യമാണ്. ഈശോയെ ഓരോ തവണ കയ്യിലെടുക്കുമ്പോഴും ഓമനിക്കുമ്പോഴും അവൻ്റെ ശരീരം വളരുന്നത് കാണുമ്പോഴും അവൻ യൗവനയുക്തനാകുന്നത് കാണുമ്പോഴും അമ്മ മാതാവിൻ്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് ബലിമൃഗമെന്നാണ്. ഈശോ അവൻ്റെ സുന്ദര വദനങ്ങൾ കൊണ്ട് അമ്മയെ നോക്കി ചിരിക്കുമ്പോൾ അമ്മയ്ക്കറിയാം നാളെ ഈ മുഖത്തിൻ്റെ ശോഭ കെടുന്ന ഒരു ദിവസമുണ്ട്. മാനവരാശിയുടെ മുഴുവനും പാപവും പേറി ഇവൻ പിച്ചി ചീന്തപ്പെട്ട് ഉഴവ് ചാലുകൾ തീർക്കപ്പെട്ട് വലിച്ചു കീറിയ തൂവാല പോലെ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഇവന്റെ ചിതറിക്കപ്പെട്ട ശരീരം എടുത്തു വയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞതിനെ ആക്റ്റീവ് യെസ് എന്നാണ് പറയുക. അമ്മ വളരെ പാസീവായിട്ട് നിസ്സംഗമായിട്ട് പറഞ്ഞതല്ല. വളരെ ബോധ്യത്തോടു കൂടിയാണ് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക. മുന്നോട്ട് സഹകരിച്ചതും അങ്ങനെയാ. എന്നാൽ ഒന്നും മിണ്ടാതെ ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്നേക്കാം, ഉറക്കം തൂങ്ങി ഇരുന്നേക്കാം, ദൈവത്തിൻ്റെ പദ്ധതികൾ ഇങ്ങനെ നടക്കുമല്ലോ. അവനെ വളർത്തി ഓമനിച്ച് കൂടെ നിന്ന് കുരിശിൻ്റെ വഴിയിൽ അനുധാവനം ചെയ്ത് കാൽവരിയിൽ ബലിയാകുന്നതിൻ്റെ അപ്പുറം ഈശോയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഈശോയെ
അവൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിലും തുടർന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണത്തിലും ആദിമസഭ എങ്ങനെയാണോ ഉദ്ധിതനായ യേശുവിൻ്റെ അഭിഷേകം സ്വീകരിച്ചത്, ആ കൂട്ടത്തിലുമെല്ലാം അമ്മ തുടർന്ന് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മ നിസ്സംഗമായിട്ടല്ല സ്വർഗത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നത്. അമ്മയുടെ റോള് കൃത്യമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1:24 ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മത്തായിയുടെ സുവിശേഷം 1:21 അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും സ്വർഗം നൽകിയ ദർശനങ്ങൾ, അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു. യോസേപ്പിതാവ് ഒരു മയക്കത്തിലായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണമെന്ന് മാനുഷികമായൊരാഗ്രഹം. എന്നാലോ നീതിമാനായ യോസേപ്പിതാവ്, നീതി എന്ന വാക്ക് ഈ സ്വർഗത്തിൻ്റെ വിശേഷണമാണ്, സ്വർഗീയ പിതാവിൻ്റെ വിശേഷണമാണ്. യോസേപ്പിതാവ് നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഭാവം, സ്വർഗീയ പിതാവിൻ്റെ ഒരു ഭാവം ഈ വളർത്തുപിതാവായ യോസേപ്പിതാവിനും സ്വർഗം സമ്മാനമായി കൊടുത്തു. അതുകൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ യോസേപ്പിതാവിൻ്റെ ഹൃദയം സ്വർഗം ഒരുക്കി. യോസേപ്പിതാവ് നിദ്രയിൽ നിന്നുണർന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വരുന്ന സഹനങ്ങളെയും കാര്യങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ നിസ്സംഗമായി കടന്നു പോകാം. സഹനങ്ങളാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാതിരിക്കാം. ഒത്തിരി പേർ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ സഹനങ്ങൾ വിശുദ്ധീകരണത്തിന് കാരണമായി വരുന്നില്ല, അതിൻ്റെ യോഗ്യത സ്വീകരിക്കപ്പെടുന്നില്ല. ബൈബിളിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നീതീകരണം എന്നുള്ളതാണ്. ആവർത്തിച്ച് വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2:15 ഹെഡിങ് തന്നെ വിശ്വാസത്തിലൂടെ നീതീകരണമെന്നാണ്. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. റോമ 5 ഹെഡിങ് തന്നെ നീതീകരണത്തിൻ്റെ ഫലങ്ങളാണ്. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇനി നീതീകരണം എന്താണെന്ന് പറയാം. നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ പൊറുതിയും വിശുദ്ധീകരണവും ആന്തരിക മനുഷ്യൻ്റെ നവീകരണവുമാണ്. പാപങ്ങളുടെ പൊറുതി, വിശുദ്ധീകരണം, ആന്തരിക മനുഷ്യൻ്റെ നവീകരണം. ഈ നീതീകരണം ഏറ്റവും മനോഹരമായി സംഭവിച്ചത് പരിശുദ്ധ അമ്മയിലാണ്. ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യത സ്വീകരിക്കുക, അവൻ്റെ പാടുപീഡകളുടെ യോഗ്യത സ്വീകരിക്കുക. ഇത് അല്പം വിഷമമുള്ളൊരു കാര്യമായിട്ട് തോന്നാം മനസ്സിലാക്കാൻ. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. പക്ഷേ ഇത് വചനത്തിൻ്റെ മർമ്മമാണ്, സുവിശേഷത്തിൻ്റെ മർമ്മമാണ്, രക്ഷാകര പദ്ധതിയുടെ മർമ്മമാണ്. ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യത സ്വീകരിക്കുന്നതിനെ, അതിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്നതിനെ പറയുന്ന പേരാണ് നീതീകരണം. ഈശോയുടെ കുരിശിൻ്റെ ബലിയിൽ, രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും പരിപൂർണമായി രക്ഷിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മൾ ആ ബലിയുടെ യോഗ്യത സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ഈശോ അർപ്പിച്ച ബലിയുടെ യോഗ്യത, പരിശുദ്ധ അമ്മ എങ്ങനെയാണോ ആ ബലിയിൽ സംബന്ധിച്ചത് അതുപോലൊരു ഹൃദയം നമുക്കുണ്ടാകണം. രക്ഷാകര പദ്ധതിയിൽ സഭയുടെ പ്രതീകമായിട്ടാണ് പരിശുദ്ധ അമ്മ നിൽക്കുക. പ്രോട്ടോടൈപ്പ് ഓഫ് ദ ചർച്ച്. പരിശുദ്ധ അമ്മ സഭയുടെ പ്രതീകമാണ്. എങ്ങനെയാണ് അമ്മ പുത്രന്റെ ബലിയാൽ ആ ബലിയുടെ യോഗ്യത സ്വീകരിച്ച് ഏറ്റവും പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട്
കൃപാവരം സ്വീകരിച്ചത്? ദൈവം നമുക്ക് നൽകുന്ന തൻ്റെ ജീവൻ സൗജന്യദാനമാണ്. ഒരു വിശുദ്ധീകരണ കൃപാവരം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്നു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാണ് ഈ നീതീകരണം സംഭവിക്കുക. രക്ഷാകര പദ്ധതിയിൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ അമ്മയോട് ചേർന്ന് നിന്നത്? ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയം, മഗ്ദലേന മറിയം, മറ്റു ഭക്തസ്ത്രീകളൊക്കെ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് നിന്നത്. യോഹന്നാൻ സത്യമായും കുരിശിന്റെ ചുവട്ടിൽ നിന്നത് അമ്മയുടെ കൈപിടിച്ചത് കൊണ്ട് മാത്രമാണ്. മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. എന്നിട്ട് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുക, അമ്മയായി സ്വീകരിക്കുക. മാനവകുലത്തിൻ്റെ മുഴുവൻ പ്രതീകമായി പരിശുദ്ധ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് യോഹന്നാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ, അമ്മയുടെ അടുത്ത് നിന്ന് നമുക്ക് വിട്ടുമാറിപ്പോകാൻ തോന്നാത്ത ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ മാത്രമേ കുരിശിൻ്റെ ചോട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ബലിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതായത് അമ്മ സഹിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധ മറിയം എങ്ങനെയാ ആ ബലിയർപ്പണത്തിൽ നിന്നതെന്ന് ആൻ കാതറിൻ എമറിച്ചിൻ്റെ വെളിപ്പെടുത്തലുകൾ, സിസ്റ്റർ ആൻ കാതറിൻ എമറിച്ചിന് ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകൾ, എൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധ മറിയം പുത്രന്റെ ബലിവേദി ഉറ്റുനോക്കി നിന്നു. അമ്മയുടെ ഹൃദയം തകർക്കുന്ന ഭീതിതമായ ദൃശ്യം. കുരിശ്, ചുറ്റിക, കയർ, ആണി, മദ്യപിച്ച് ഉന്മത്തരായി ശാപവാക്കുകൾ വർഷിച്ച് ദൈവദൂഷണം പറഞ്ഞ് കൊലപാതകം ചെയ്യുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്ന കൊടും ക്രൂരരായ പടയാളികൾ. എത്ര കഠിനമായ വേദന സഹിക്കുന്ന രൂപത്തിനാണെങ്കിൽ പോലും മകനെ അവിടെ കാണാൻ കഴിയാതെ വന്നത് അമ്മയുടെ സഹനം വർദ്ധിപ്പിച്ചു. പുത്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ അമ്മ ഒരിക്കൽ കൂടി അവനെ കാണുന്നതിന് അതിയായി ആഗ്രഹിച്ചു. അവൻ ഇനിയും അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം വേദന കൊണ്ട് തകർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വിവരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ എത്രയോ അപ്പുറത്താണ് അമ്മ കടന്നുപോയ വേദന. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുല ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ, അമ്മ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അമ്മയുമായുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ് യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ നിന്നത്. ശരിക്കും മഗ്ദലേന മറിയം തന്നെ കുരിശിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കില്ലായിരുന്നു. അതിനുള്ള ത്രാണിയില്ല. ആലില പോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന മഗ്ദലേന, ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം, ഇവരെല്ലാം ഒരു ടീമായിട്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുക. പരസ്പരം ബലപ്പെടുത്തിക്കൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുക. നമ്മുടെ സഹനങ്ങളിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ സഹനം നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകില്ല. നമ്മൾ വിലപിക്കും, നമ്മൾ സങ്കടപ്പെടും, നമ്മൾ കുറ്റം പറയും, നമ്മൾ ദൈവത്തെ പോലും നിന്ദിച്ച് പറയും. എന്നിട്ട് പറയും എൻ്റെ ജീവിതം ശപിക്കപ്പെട്ട ജീവിതമാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങളെയൊക്കെ നമ്മൾ രക്ഷാകരമാക്കി മാറ്റണം. പരിശുദ്ധ അമ്മ ആരാണ് എന്ന് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹൃദയം തുറന്ന് അതിൻ്റെ ഒരു വാക്കുപോലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ ആരാണ്? സമ്മാനങ്ങളുടെ ദാതാവല്ല, പ്രത്യുത ആത്മീയ വരങ്ങളുടെ ദാതാവാണ് ദൈവം. ആയതിനാൽ അവൻ്റെ പുത്രിയും മണവാട്ടിയും അമ്മയുമായ മറിയം കൃപകളുടെ പ്രഭവസ്ഥാനമല്ല. കൃപകൾ ഉത്ഭവിക്കുന്നത് മറിയത്തിൽ നിന്നല്ല. കൃപകളുടെ വിതരണക്കാരിയാണ് മറിയം. ഒരു മേലുദ്യോഗസ്ഥനെയും ഒരു കീഴുദ്യോഗസ്ഥനെയും കാണുക. കീഴുദ്യോഗസ്ഥനുള്ള ശമ്പളം, അംഗീകാരക്കയറ്റം ഒക്കെയും നൽകുന്നത് മേലുദ്യോഗസ്ഥനാണ്. ഉടമ അത് നേരിട്ടല്ല നൽകുക. ഉടമ മുഖ്യ അധികാരിയെ ഉപയോഗിച്ച് അത് വിതരണം ചെയ്യുന്നു. അതുപോലെ പരിശുദ്ധ കന്യക ദൈവത്തിൽ നിന്ന് ദൈവീക വരങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്വീകരിച്ച്
ദൈവമക്കൾക്ക് വിതരണം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു കൃപയും ഉത്ഭവിക്കുന്നില്ല. ഈശോയുടെ ജഡിക ശരീരം മാത്രമാണ് അമ്മയിൽ നിന്ന് ഉത്ഭവിച്ചത്. അവൾ ദൈവമല്ലാത്തതുകൊണ്ട് സ്വന്തമായി ഒരു കൃപയും സൃഷ്ടിക്കുന്നില്ല. അവൾ അനുഗ്രഹം സൃഷ്ടിക്കുന്നില്ല. അവൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഒരനുഗ്രഹം പുതിയതായി ഉണ്ടാവുകയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളിലൂടെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. വൈദികരിലൂടെ ഈശോയുടെ ആശീർവാദം എങ്ങനെയാണോ പ്രതിഫലിക്കുന്നത്, അതുപോലെ പരിശുദ്ധ ജപമാല, നമ്മൾ ധരിക്കുന്ന ഉത്തരീയം, അത് അമ്മയുടെ വസ്ത്രമായതുകൊണ്ടല്ല, നാഥയിലൂടെ പുത്രൻ അവിടെ സന്നിഹിതനായതുകൊണ്ടാണ് രക്ഷയുടെ അച്ചാരമായി അത് മാറുന്നത്. കൂദാശകളുടെ കൂദാശയായ മിശിഹായെ കൂടാതെ ഇതിൻ്റെ വരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് നമ്മൾ വെറുതെ പോകുന്നത് കൊണ്ടായില്ല. നമ്മളുടെ ബലിയർപ്പണങ്ങൾ നമുക്ക് അനുഭവമായി തീരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലിയർപ്പണങ്ങളൊക്കെ നമുക്ക് അനുഭവമായി തീരണമെങ്കിൽ നമ്മൾക്ക് ഈശോയുടെ പാടുപീഡകളെ അമ്മയുടെ ഹൃദയത്തോടെ കാണാൻ പറ്റണം. എനിക്ക് വേണ്ടി മരിച്ച ഈശോയോട് അമ്മയുടെ ഹൃദയത്തിലുള്ള സ്നേഹം എനിക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യകാരുണ്യം എന്ന പ്രസ്താവന പൂർണ്ണമായും തെറ്റാണ്. ഈശോയാണ് ദിവ്യകാരുണ്യം. അമ്മയുടെ വിമല ഹൃദയമാകുന്ന സക്രാരിയിൽ അവൻ എഴുന്നള്ളിയിരിക്കുന്നു. അവർ ഇരുവരും മാംസരക്തം പങ്കിടുന്നു എന്നാൽ ഈശോ ദൈവവും കൂടിയാണ്. അമ്മ മനുഷ്യ സ്ത്രീ മാത്രമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയ്ക്ക് തൻ്റെ മകനിലൂടെ സർവവും സാധ്യമാണ്. പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് പരിശുദ്ധ അമ്മയെ ദൈവമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുട്ടിൻ്റെ വേദന മാറ്റാനും, നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗം മാറ്റാനും, നമ്മുടെ അസുഖങ്ങൾ മാറ്റാനും, നമ്മുടെ മക്കളെ വിദേശത്തേക്ക് കയറ്റി അയക്കാനും വേണ്ടിയല്ല പരിശുദ്ധ അമ്മ കാൽവരി കയറിയത്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈശോ തന്നു എന്ന് വേണം നമ്മൾ പറയാൻ. പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യം, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ രക്ഷ നമ്മുടെ ഒരു നിയോഗമായിട്ട് മാറണം. നമ്മളുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാകുലത, ഇതിനകത്ത് പലരും പറയുന്ന കാര്യമാണ്, അച്ഛാ സ്വത്തില്ല, ആരോഗ്യ പ്രശ്നമാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ജോലി കിട്ടണം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനേക്കാൾ പരമപ്രധാനമല്ലേ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ? രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ ചേർന്ന് നിന്ന് ഇത്രയും സഹിച്ചത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? ഈശോ കാൽവരിയിൽ കയറി ജീവാർപ്പണം ചെയ്തത് പാപത്തിൽ നിന്ന് നമ്മൾ മോചിതരാകാൻ വേണ്ടിയല്ലേ? നമുക്ക് വീട് തരാനും, നമുക്ക് കാറ് തരാനും, നമുക്ക് ലോറി തരാനും, നമുക്ക് സ്ഥലം തരാനും, നമ്മുടെ സ്വത്തുക്കൾ ഇരട്ടിപ്പിക്കാനും കർത്താവ് എന്തിനാ കാൽവരി കയറുന്നത്? അവൻ ദൈവമായി സ്വർഗത്തിൽ ഇരുന്നാൽ പോരായിരുന്നോ? ദൈവം ഇത്രയും വലിയൊരു രക്ഷാകര പദ്ധതി ഒരുക്കിയത്. രക്ഷാകര പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളൊന്നും പറയണ്ട എന്നല്ല അച്ഛൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായ നിയോഗങ്ങൾ ഉണ്ടാകാം. ഒന്നും തട്ടിക്കളഞ്ഞുകൊണ്ടല്ല പറയുന്നത്. എങ്കിലും സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷയാണ്. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഇടവകയിലെ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, സന്യസ്തരെയും മറ്റ് ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഒരു സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് പരിശുദ്ധ അമ്മ സഹരക്ഷക എന്നുള്ള നിലയിൽ അമ്മ മനുഷ്യ പരിത്രാണ പദ്ധതിയിൽ അതുല്യമായ സ്ഥാനം ഏറ്റെടുത്ത് അമ്മ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം.
യഥാർത്ഥ മരിയഭക്തി 74-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ക്രിസ്തു തൻ്റെ ജീവിതത്തിലും മരണത്തിലും മഹത്വത്തിലും ഭൂസ്വർഗങ്ങളുടെ മേലുള്ള സർവാധിപത്യത്തിലും പങ്കുകൊള്ളുവാൻ മറിയത്തെ തിരഞ്ഞെടുത്തു. ക്രിസ്തു സ്വാഭാവികമായി അനുഭവിക്കുന്ന സകല അധികാരങ്ങളിലും ആനുകൂല്യങ്ങളിലും കൃപാവരത്താൽ മറിയത്തിന് ഭാഗഭാഗിത്വം നൽകി. അതേ, വിശുദ്ധർ സാക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വാഭാവികമായി ഉള്ളതെല്ലാം കൃപാവരം വഴി മറിയത്തിൻ്റെതായി. വിശുദ്ധരുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിനും മറിയത്തിനും ഒരേ മനസ്സും ശക്തിയും മാത്രമേയുള്ളൂ. അതുപോലെ ക്രിസ്തുവിൻ്റെ പ്രജകളും ദാസരും അടിമകളും മറിയത്തിൻ്റേതുമാണ്. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ, ഏഴുമാത്മാവിൽ ആശ്വീഷും മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ.
പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ,
ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ഈ ആനന്ദത്തോടെ ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വലിയ ആനന്ദമാണ്. പരിശുദ്ധ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവരുടെ ഇടയിൽ വലിയ ആനന്ദമുണ്ടായി, സ്തോത്രഗീതമുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ആനന്ദത്തിലായിരിക്കാം, കർത്താവിനെ ആരാധിക്കാം. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ഓ ആരാധിച്ചിടുന്നിതാ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി മാതാവിൽ വന്നു നിറഞ്ഞ സ്തുതിക്കുന്നിതാ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. തിരുസഭയിലൂടെ വർഷിക്കപ്പെടുന്ന ആത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ.
പരിശുദ്ധ കൂദാശകളിലൂടെ ആരാധന അങ്ങേക്കാരാധന ആരാധിക്കുന്നു. ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന. നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ എപ്പോഴും അപൂർണങ്ങളാണ്. എങ്കിലും ദൈവത്തിന് അവ പ്രീതികരമാകണം. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന തരത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എൻ്റെ കാര്യത്തിനല്ല, ദൈവമേ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇനി ഞാൻ ആരാധിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അങ്ങയോടുള്ള സ്നേഹത്തെ യേശുവേ പ്രതി നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന. ഹൃദയത്തിൽ നിന്ന് യേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സർവ്വത്തിന്റെയും സർവ്വവുമായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ പ്രതി ഞങ്ങൾക്ക് അമ്മയെ തന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാനവരാശിയെ മുഴുവനും രക്ഷിക്കുന്നതിനു വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാട് ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ യോഹന്നാൻ തൻ്റെ രക്തസാക്ഷിത്വം ഏറ്റെടുത്തു, ശിരച്ഛേദനം ഏറ്റെടുത്തു. അവനെ സ്നാനപ്പെടുത്തി ചരിത്രത്തെ അവന് ശേഷമെന്നും അവന് മുൻപ് എന്നും നിജപ്പെടുത്തി. ചരിത്രത്തിലേക്ക് ദൈവം പ്രവേശിച്ചിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ദൈവം ചരിത്രത്തിലേക്ക് ഇടപെടും. നമ്മുടെ കാലത്ത് ദൈവം ഇടപെടുന്നത് അമ്മ മാതാവിലൂടെയും അമ്മയിലൂടെ തരുന്ന സന്ദേശങ്ങളിലൂടെയുമാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വരാനിരിക്കുന്ന ദുർവിധികളെക്കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരാശിയുടെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയെ സ്വർഗം ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്നും എനിക്കും നിനക്കും വേണ്ടി മരിച്ചു. നാളെയും അവിടുന്ന് മരിക്കാൻ തയ്യാറാണ്. ഓരോ പരിശുദ്ധ ബലിയിലും വിശ്വസിച്ചാലുമില്ലെങ്കിലും ഒരു ബലിയുടെ ഓർമ്മ മാത്രമല്ല, ആ ബലി അതേപോലെ അർപ്പിക്കപ്പെടുകയാണ്. പുത്രൻ ബലിയാകുമ്പോൾ അമ്മയുടെ ഹൃദയം നുറുങ്ങി അമ്മ ആ പരിശുദ്ധ അൾത്താരയുടെ അരികിൽ മുട്ടുകുത്തുന്നുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം വീണ്ടും നുറുങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വീണ്ടും ഒഴുകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,
പുത്രൻ അർപ്പിച്ച കാൽവലിയിലെ ബലി ഒരൊറ്റ സംഭവമല്ല, അതിനൊരു തുടർ സ്വഭാവമുണ്ട്. പെരീനിയൽ ക്യാരക്ടർ. ദൈവമേ, നീ ഞാൻ സംബന്ധിച്ച പരിശുദ്ധ ബലികളിൽ കാൽവരിയിലേക്ക് കയറിയതുപോലെ ഇന്നും കയറിയത് ഞാൻ കാണാതെ പോയി. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വ്യാകുലപ്പെട്ട് നുറുങ്ങി കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വാർന്നു വീഴുന്നത് ഞാൻ കാണാതെ പോയി. ഞാൻ അലസതയോട് അർപ്പിച്ച പരിശുദ്ധ ബലിയുടെ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയുടെ കരം പിടിച്ച് കൽവരിയിലേക്ക് നടക്കാം. പുത്രന്റെ തങ്കച്ചോര ഒഴുകി വീണ മണ്ണിലൂടെ അമ്മ തിടുക്കത്തിൽ നടക്കുകയാണ്. ജനക്കൂട്ടത്തിനിടയിലൂടെ എളുപ്പമുള്ള വഴികൾ തിരഞ്ഞ് യോഹന്നാൻ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ മേലങ്കിയും വസ്ത്രാഞ്ജനവുമെല്ലാം വരുന്ന വഴികളിൽ എവിടെയൊക്കെയോ തട്ടി മുറിഞ്ഞിട്ടുണ്ട്. അമ്മ എവിടെയൊക്കെയോ മുട്ടിൽ വീണിട്ടുണ്ട്. അമ്മയുടെ ദേഹത്ത് മുറിവേറ്റിട്ടുണ്ട്, മണ്ണ് പുരണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൽവരിയുടെ മുകളിൽ ഈശോ കുരിശ് വഹിച്ചുകൊണ്ടെത്തുന്നതിന് മുൻപേ തന്നെ യോഹന്നാനും മഗ്ദലേനായും ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയവും പരിശുദ്ധ അമ്മയോടൊപ്പം മറ്റ് ഭക്തസ്ത്രീകളും നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ക്രൂരനായൊരു പടയാളി പുത്രനെ എങ്ങനെയാണോ കൊല ചെയ്യാൻ പോകുന്നത്, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ അമ്മയുടെ മുൻപിലൂടെ ലാഘവ ബുദ്ധിയോടെ കൊണ്ടുപോകുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ കഥനം നിറഞ്ഞ ആ കല്ലു വീണ മണ്ണ് പുരണ്ട ആ ഇടത്ത് അമ്മ ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. മഗ്ദലേന മറിയം ആലില പോലെ വിറച്ചു നിൽക്കുകയാണ്. യോഹന്നാൻ നന്നേ ചെറുപ്പമാണ്. എന്ത് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കും? അമ്മയുടെ ഹൃദയത്തിന്റെ വേദന ഇന്നും പരിശുദ്ധ അൾത്താരകളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ലോകത്തിന്റെ വിവിധ കോണുകളിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ കണങ്ങൾ ഒഴുകിയിറങ്ങുമ്പോൾ പുത്രൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. എന്റെ പുത്രന്റെ ബലി, അവൻ കടന്നുപോയ കഠോര വേദന, അവനേറ്റ നിന്നാപമാനങ്ങൾ വെറുതെ ആയി പോയി എന്നുള്ളതാണ് അമ്മയുടെ വേദന. തൂവാല പോലെ പിച്ചി ചീന്തപ്പെട്ട പുത്രൻ അമ്മയുടെ മടിത്തട്ടിലേക്ക് അമ്മ ഏറ്റുവാങ്ങുമ്പോഴും അമ്മ ഒന്നും അറിയാതെയാണ് ഈ കഥയിൽ സംബന്ധിച്ചതെന്ന പൊട്ടബുദ്ധി ആർക്കും വേണ്ട. അമ്മ എപ്പോഴും പുത്രനെ കരങ്ങളിൽ താങ്ങുമ്പോൾ അമ്മയ്ക്കറിയാമായിരുന്നു ബലിയാകാൻ പോകുന്ന മകനെ കുറിച്ച്. കാരണം പ്രവചനങ്ങൾ അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചു. സാധാരണക്കാരനായ ഒരു മകനെയല്ല ഉദരത്തിൽ സംവഹിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും നിസ്സാരമായി കാണരുത്. കടന്നു പോകുന്നവരെ, നിങ്ങൾക്ക് ഈ വേദന നിസ്സാരമാണോ? അമ്മയുടെ കണ്ണിലെ ചെറിയ രക്തധമനികൾ പൊട്ടി അവിടെ നിന്ന് രക്തക്കണ്ണീർ ഒഴുകിയിറങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ അമ്മ കരഞ്ഞാൽ നമ്മൾ ചിത്രമെടുത്ത് പ്രദർശിപ്പിക്കുമോ? അതോ പരിഹാരം ചെയ്യുമോ? നമ്മുടെ അമ്മയുടെ ഹൃദയം നുറുങ്ങിയാൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന അമ്മയെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുമോ? പ്രിയപ്പെട്ടവരെ, അത്ര നുറുങ്ങിയ മനസ്സോടെ കാൽവരിയിലെ കുരിശിൻ ചുവട്ടി നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് നിന്ന് നമുക്ക് ഈശോയെ നോക്കാം. അമ്മയെ വേർപെടുത്തിയ ഒരു കാൽവരിയില്ല. അമ്മയെ വേർപെടുത്തിയാൽ ഒരു കുരിശില്ല. അമ്മയെ വേർപെടുത്തിയാൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമില്ല. ദിവ്യകാരുണ്യത്തിന്റെ മാതാവാണ്
അമ്മയുടെ മടിത്തട്ടിലേക്കാണ് ഈശോയുടെ ചിതറിക്കപ്പെട്ട ശരീരം എനിക്കും നിനക്കും വേണ്ടി വിഭജിച്ചു തരുന്നതിനായി സ്വർഗം ഒരുക്കിയ അൾത്താര. അമ്മയുടെ ഹൃദയത്തിന്റെ വേദന. വലിയ നോമ്പിന്റെ കാലത്ത്, ഒരു കാലത്ത് കേരളം ഈശോയുടെ പാടുവീടുകളെ നോക്കിയത് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വരികൾ പോലും നമ്മൾ മറന്നിരിക്കുന്നു. കഴിഞ്ഞ തലമുറ നമുക്ക് തന്ന ആ വലിയ പൈതൃകം. ഈശോയുടെ വേദന അറിയണമെങ്കിൽ അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിൻ്റെ നിർമ്മല ദുഃഖങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അമ്മയുടെ കണ്ണുകളിലൂടെ നമുക്ക് കാൽവരിയിലേക്ക് നോക്കാം. നിർമ്മല ദുഃഖങ്ങൾ, മാതാവിന്റെ ഹൃദയത്തിന്റെ ദുഃഖമൊക്കെ പറയാൻ വാക്കുകൾ പോരാ. അത് ചിന്തിച്ചു കൂട്ടാൻ നമ്മുടെ ബുദ്ധിയും പോരാ. നമ്മുടെ വാക്കുകളുടെ ഒരു കഴിവും കൊണ്ട് നമുക്ക് വർണ്ണിക്കാനാവില്ല. എന്നാലും അമ്മ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. മനുഷ്യന്റെ വാക്ക് പോരാ. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങില്ല. പാപപരിഹാരത്തിനായി പുത്രൻ ബലിയായ കഥ. നമ്മൾ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബലിയിലും അമ്മ മാതാവ് പരിശുദ്ധ മധുബഹായുടെ അരികിൽ നിന്ന് പുത്രനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും തുടരുന്ന പാപത്തിന്റെ വലിയ കഥ, അതിന്റെ കഥനം, അതിന്റെ ഭാരം ഈ അർപ്പിക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ ബലിയിലും ഈശോ ഏറ്റെടുത്ത് സത്യമായും കാൽവരിയിൽ എങ്ങനെയാണോ പിടഞ്ഞു മുറിഞ്ഞത്, അതുപോലെ ഓരോ പരിശുദ്ധ ബലിയുടെ അവസരങ്ങളിലും ഈശോ നമുക്ക് വേണ്ടി മുറിയുന്നുണ്ട്. അമ്മ മാതാവിന്റെ നുറുങ്ങിയ ഹൃദയവുമായി നോക്കി നിൽക്കുന്നുണ്ട്.
നന്മ മാത്രം ചെയ്ത തമ്പുരാൻ. അവൻ ഏൽക്കേണ്ടി വന്ന പാടുവീടുകൾ, മാതാവിന് ആ കാഴ്ച നമ്മൾക്കാർക്കുമുള്ളതുപോലെ അല്ല പ്രിയപ്പെട്ടവരെ. പലരും പറയുന്നു, എനിക്ക് ദിവ്യബലി ഒരനുഭവമായി തീരുന്നില്ല, ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കും. എന്നാൽ സ്വപുത്രൻ ബലിയാകുമ്പോൾ അമ്മയ്ക്ക് അതിനാവില്ലല്ലോ. ഈശോ നമ്മുടെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കും മുറിയില്ലേ പ്രിയപ്പെട്ടവരെ? അമ്മയുടെ വ്യാകുല ഹൃദയം തകർന്നടിയുന്ന അവസ്ഥ, ആക്രോശിച്ചില്ല, ബഹളം വെച്ചില്ല, ആരെയും ശപിച്ചതുമില്ല, ഉന്തിയതുമില്ല, തള്ളിയതുമില്ല. എങ്കിലും അമ്മയുടെ ഹൃദയത്തിന്റെ വലിയ കനൽ, അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീർ കണങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തക്കണ്ണീർ കണങ്ങൾ. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ അമ്മ നടന്ന വഴികളും അമ്മയേറ്റ പാടുവീടകളും അവളുടെ ഹൃദയത്തിന്റെ വ്യാകുലങ്ങളും നിസ്സാരമായി നാം കരുതരുത്. അത് സ്വർഗം നിസ്സാരമായി കരുതിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതരുത്. ഒരിക്കലും 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 സ്വർഗം അമ്മയെ മറക്കില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തോട് അമ്മയെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ആ അമ്മ നമ്മുടെ അമ്മയാ പ്രിയപ്പെട്ടവരെ. കുരിശിൽ വെച്ച് ഈശോ നമുക്കും കൂടെ തന്നിരിക്കുക. ഈശോയെ എങ്ങനെയാണോ അമ്മ സ്നേഹിക്കുന്നത്, അതുപോലെ നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ നീല മേലങ്കിയോട് നമുക്ക് ചേർന്ന് നിന്ന് പുത്രനെ ആരാധിക്കാം. പുത്രന്റെ തങ്കച്ചോരയാൽ നമ്മളെ കുളിപ്പിച്ച് വിശുദ്ധീകരിക്കുന്ന സമയമാണ്. പുത്രൻ അർപ്പിച്ച ബലിയുടെ യോഗ്യത നമുക്ക് വേണ്ടി അമ്മ നേടിത്തരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് നീങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹം യാചിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.